എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ ഞങ്ങളുടെ വീഡിയോയിൽ വരുന്ന സമയത്ത് നമ്മൾ ഓസ്ട്രേലിയയിൽ വരുന്ന സ്കിൽഡ് വിസയെക്കുറിച്ചാണ് കൂടുതലും പറയുന്നത്. അത് ഇതാദ്യമായിട്ടാണ് സ്റ്റുഡൻസ് കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് മെയിനായിട്ട് ഈ വീഡിയോ പറയുന്നത്. ഇപ്പോൾ മെയിനായിട്ട് സ്റ്റുഡൻസ് ഓസ്ട്രേലിയയിലോട്ട് വരാൻ ഇരിക്കുന്നവർ ഈ വീഡിയോ തീർച്ചയായും കാണുക, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഈ സ്റ്റുഡൻസിനുള്ള വിസയുടെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ജൂലൈ 1, 2025 തൊട്ടാണ്, അതായത് ഈ മാസം തൊട്ട്. അപ്പോൾ അതിനകത്തുള്ള മേജർ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിലുള്ള ഫീസ് കൂട്ടിയവർ. അപ്പം മുന്നേ എത്രയായിരുന്നു? മുന്നേ 710 ആയിരുന്നു ഓസ്ട്രേലിയൻ ഡോളേഴ്സ്. 710 ആയിരുന്നു. അത് ഏകദേശം ഡബിളായിട്ട് 1600 സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടുള്ള വിസയുടെ ഇപ്പം ഉള്ള പേയ്മെൻറ്റ്. പക്ഷേ അത് 2000 വരെ ഉണ്ട്. എക്സെപ്ഷണൽ കേസസിനാണ് 1600 വരെ. അപ്പം മെയിനായിട്ട് അവരുടെ സൈറ്റിൽ ഇമിഗ്രേഷൻ അക്കൗണ്ടിൽ പറയുന്ന സ്റ്റുഡൻറ്റ് വിസയ്ക്കുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ 2000 ആണ്. പിന്നെ ഈ വിസയിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ 5 years സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നോൺ റീഫണ്ടഡ് ആയിട്ടുള്ള പൈസയാണ്. നമ്മൾ ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും റീസൺ കൊണ്ട് ഇത് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ടബിൾ അല്ല. അപ്പോൾ ഇനി അടുത്ത മെയിനായിട്ടുള്ള ചേഞ്ചാണ് നമ്മുടെ ലാംഗ്വേജ് ടെസ്റ്റ് റിക്വയർമെൻറ്റ്. അപ്പം അതിനും ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് പുതിയതായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ സ്കോർ 7 വേണ്ടത്. അപ്പം ഏതെങ്കിലും ഒരു ഇതിനായിട്ട് ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് നമുക്ക് 6.5 കുറയാനും പാടില്ല. അപ്പം ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ തന്നെ ഓവറോൾ 7 വരും. പക്ഷെ അതിൽ കുറയാൻ മോർ ദാൻ 6.5 ഇപ്പോൾ 2 സബ്ജക്റ്റിനാണ് കിട്ടുന്നതെങ്കിൽ ചിലപ്പം ഓവറോൾ 7 വരത്തില്ല. അപ്പം നമ്മൾ ഓവറോൾ ബാൻഡ് സ്കോർ 7 വേണം, 6.5 കുറയാനും പാടില്ല ഏതെങ്കിലും ഒന്നിന്. പിന്നീട് നമ്മൾ ഈ വിസ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം അത്യാവശ്യമായിട്ടും വേണം. അതാണ് നമ്മുടെ മാൻഡേറ്ററി കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റ്. അപ്പം നമ്മളൊരു കോളേജുമായിട്ട് നമ്മൾ ഓൾറെഡി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് അവരുടെ കൺഫർമേഷൻ ആദ്യം വാങ്ങിച്ചിട്ട് നമുക്ക് പ്രാവശ്യം സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നേരത്തെ നമ്മുടെ കോളേജിൽ നിന്നൊക്കെ നമുക്ക് ഓഫർ ലെറ്റർ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അക്സെപ്റ്റബിൾ ആയിരുന്നു. അപ്പോൾ ഇനി അത് അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്നാണ് മെയിനായിട്ടുള്ള ഒരു അപ്ഡേറ്റ്. അതെ. അപ്പോൾ നമ്മൾ ഈ മാൻഡേറ്ററി ആയിട്ടുള്ള കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റിൻ്റെ ആ ഡോക്യുമെൻ്റ് ഇല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് വിസ നമുക്ക് റിജക്റ്റ് ആവാൻ 100% ചാൻസ് ആണുള്ളത്. അടുത്ത ചേഞ്ചസ് എന്താണെന്ന് പറഞ്ഞാൽ നോ ഓൺ ഷോർ സ്റ്റുഡൻറ്റ് വിസ എക്സ്റ്റൻഷൻസ്. അപ്പോൾ നമ്മൾ ഓൺസ് ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് ജോലി കിട്ടിയിട്ട് വേറൊരു വിസയിലോട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് ഇൻസൈഡ് ഓസ്ട്രേലിയയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇൻ കേസ് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിസ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഹോം കൺട്രിയിൽ പോയിട്ട് മാത്രമേ പറ്റുള്ളൂ. പിന്നെ വേറൊരു ചേഞ്ചസ് എന്ന് വെച്ചാൽ മുന്നേ ചിലപ്പം നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പുതിയ അപ്ഡേറ്റിൽ ഇവർ 270,000 സ്റ്റുഡൻസിനെ ഒരു വർഷത്തേക്ക് ഇവർ ഇൻടേക്കുള്ളൂ. അപ്പോൾ അതിൽ തന്നെ 145,000 സ്റ്റുഡൻസ് ആണ് യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നത്. ബാക്കി എല്ലാവരും വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ ടഫേ അല്ലെങ്കിൽ ടേഫ് അങ്ങനത്തെ കോഴ്സുകളിലേക്കാണ് പോകേണ്ടത്. പിന്നെ ആ വർഷം ഇത്രയും സ്റ്റുഡൻസിന് ഇവർ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും 270,000 ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നെക്സ്റ്റ് ഇയർ ഇൻടേക്കേ അടുത്ത് ഉള്ളൂ. അപ്പോൾ ആ വർഷം പിന്നീട് അവരാരെയും കൊണ്ടുവരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വരുവാണെങ്കിൽ നമുക്കിവിടെ ജോബ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള അവേഴ്സാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്ത് നമുക്കിവിടെ കുറച്ച് പൈസ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിനകത്ത് ലിമിറ്റഡ് അവേഴ്സാണ് ഒരു ഫോർട്ട്നൈറ്റ്ലി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫോർട്ട്നൈറ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു മൺഡേയിൽ തുടങ്ങി 2 weeks ആണ്. അപ്പം നെക്സ്റ്റ് സൺഡേ വരെ 2 weeks കഴിഞ്ഞിട്ടുള്ള സൺഡേ വരെയാണ് ഒരു ഫോർട്ട്നൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർട്ട്നൈറ്റിൽ നമുക്ക് 48 hours സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് ജോബ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അതിന് മേളിലുള്ള ഡിഗ്രിയോ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് മോർ ദാൻ 48 hours ജോലി ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സാലറിയിലും വേജസിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ സ്റ്റുഡൻസിൻ്റെ വേജസ് ചേഞ്ചസ് ഇൻക്രീസ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ 24.10 ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് 24.95. വലിയ ചേഞ്ച് ഒന്നും അല്ല. ഓവറോൾ കൂട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പൈസയുണ്ട്. അപ്പോൾ നമ്മൾ ഈ 48 hours വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് 2 weeksന് ഒരു 2,000 സാലറി നമുക്ക് കിട്ടും ഈ 48 hours കൊണ്ട് തന്നെ. അപ്പം നമ്മൾ ഈ 2,000 ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു 1 lakh നിയർലി ആയിട്ടുണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ റെൻറ്റും അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നടന്നു പോകാനുള്ള പൈസ ധാരാളം കിട്ടുമായിരിക്കും അതിനകത്ത് നിന്ന്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അതൊരു അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് തന്നെയാണ് ആയിരിക്കും. നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വർഷം, അതായത് എവറി ഇയറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 1 ഇയർലി നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെൻസിന് പൈസ വേണമല്ലോ. അപ്പോൾ നമ്മൾ ആ എക്സ്പെൻസിന് കുറച്ച് എമൗണ്ട് നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. അത് എത്ര രൂപയാണ് അതിപ്പോൾ പറയുന്നത് പറഞ്ഞാൽ 29,710 for 12 months. അതൊരു ഇന്ത്യൻ റുപ്പീസിലാക്കുമ്പോഴത്തേക്ക് 1,67,000 1,70,000 നിയർലി വരും. അപ്പോൾ ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. ഇത് മാത്രമല്ല, നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നവർക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ്, പിന്നെ വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റ് ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. അത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിമിനൽ ഹിസ്റ്ററിയും വേണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഏജ് 16 തൊട്ടാണ്. 16 ഇയർ എബോവ് ആണെങ്കിൽ നമുക്ക് പോലീസ് ക്ലിയറൻസ് വേണം. പിന്നെ നമുക്ക് നമ്മുടെ മെഡിക്കലും പാസ്സായതിനു ശേഷമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തന്നെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണം. അപ്പം നമ്മൾ ഇതൊക്കെ സൈഡിലൂടെ വരുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ June 1, 2025 മെയിൻ അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളതാണ് ട്രാവൽ ഹിസ്റ്ററി. നമ്മൾ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ട്രാവൽ ഹിസ്റ്ററിയും നിങ്ങൾ വൺസ് ഇതെല്ലാം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ അടുത്ത് ആഡ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ എവിടെയെങ്കിലൊക്കെ നോട്ട് ചെയ്യുക. നിങ്ങൾ എവിടെയൊക്കെയാണ് ട്രാവൽ ഹിസ്റ്ററി ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എവിടെയൊക്കെയാണ് ഏതൊക്കെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ താമസിച്ചതാണ്. അപ്പം അവിടെ എത്ര നാളുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേറ്റ്സും ആവശ്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ സ്റ്റുഡൻസിനായിട്ടുള്ള അപ്ഡേറ്റ് ഇതൊക്കെയായിരുന്നു. അപ്പം ജൂലൈ 1 തൊട്ടാണ് ഈ അപ്ഡേറ്റ്സ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും തുറന്നുള്ള വീഡിയോസ് കാണുക. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു.